ഹലോ, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 വ്യായാമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കൊക്കെ വ്യായാമം ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അല്ലെന്നുണ്ടെങ്കിൽ വലിയ പാടുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യാൻ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ 3 വ്യായാമങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 3 വ്യായാമങ്ങൾ വളരെയേറെ ഗുണകരമാകും. ഓക്കെ. ഈ 3 വ്യായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ബാക്കിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെ നടുഭാഗത്തിൻ്റെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ വയറിൻ്റെയൊക്കെ ഒരു മസിൽസിൻ്റെ പേശികളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ തരാൻ സഹായിക്കുന്ന എക്സസൈസ് കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൗകര്യം പോലെ ഞാൻ ഈ പറഞ്ഞു തരുന്ന 3 എക്സസൈസുകൾ ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ എക്സസൈസുകളെന്ന്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബെഡിനകത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് വൈഡാക്കി വെക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് വൈഡാക്കി വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് പിടിക്കുക. 2 സൈഡിലോട്ടും ഇതേപോലെ നിവർത്തി പിടിക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. വളരെ അനായാസകരമായിട്ടുള്ള എക്സസൈസുകളാണ്. ഓക്കെ, ഇങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങൾ സാവധാനത്തിൽ ഇതേപോലെ 1 2 3 4 5. നിങ്ങൾ ഇതേപോലെ സ്ലോവിൽ ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാലിൽ മുട്ടിക്കാൻ പാടായിരിക്കും. കുഴപ്പമില്ല. നിങ്ങൾ എത്രത്തോളം താരാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ഇതേ കണക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ പതിയെ പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അനായാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതേ കണക്കിരുന്നതിന് ശേഷം 1 2 3. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഒരു 20-25 റെപ്പറ്റേഷനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രത്തോളം നിങ്ങൾ ചെയ്യുക. നല്ല എക്സസൈസ് ആണ്. അപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്താം. അതിനുശേഷം നിങ്ങൾ സാവധാനത്തിൽ ഇതേപോലെ വന്ന് നിങ്ങളുടെ കൈകൾ മാക്സിമം ബാക്കിലോട്ട് ഇതേപോലെ കൊണ്ടുപോവുക. ഓക്കെ, ഇതേ കണക്ക് ബാക്കിലോട്ട് കൊണ്ടുപോവുക. വീണ്ടും 2 നൈസ് 3 4 5. സാവധാനത്തിൽ ചെയ്താൽ മതി. ഓക്കെ, കൺട്രോൾ ചെയ്ത് വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. നൈസ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 റെപ്പറ്റേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, രാവിലെ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൗകര്യം പോലെ ഈ വ്യായാമങ്ങൾ പരിശീലിച്ചോളൂ. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ എക്സസൈസിലോട്ട് പോവാം. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ അല്പം വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേ ഒരു പൊസിഷനിൽ വരാം. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ക്രോസ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇതേപോലെ ക്രോസ് ആയിട്ട് പിടിക്കുക. ഞാനീ പിടിച്ചിരിക്കുന്ന കണക്ക് തന്നെ ക്രോസ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ 1 2 3 4 5 6 7 8. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. കൈകൾ ഇതേ കണക്ക് ക്രോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതേ കണക്ക് മുകളിലോട്ട് അപ്പ് ചെയ്യുന്നു. വീണ്ടും മാക്സിമം നിങ്ങൾ താഴോട്ട് ഇതേപോലെ
ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന 3 എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ വയറിൻ്റെ ഭാഗത്തെ പേശികളൊക്കെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ വലിയൊരു ഫാറ്റ് ലോസ് ഉണ്ടാകുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റൊന്നും വലുതായിട്ട് ബേൺ ചെയ്ത് കളയാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും ഇത് വളരെ എഫക്റ്റീവാണ്, നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.